ആ ആ അങ്ങനെ നോക്കണ്ട. ഹലോ കിറ്റിൻ്റെ മേക്കപ്പോ? ഹലോ കിറ്റി അത് പൂച്ചയല്ലേ? ആ അത് പറ്റൂല. പിന്നെ നിങ്ങൾ പൂച്ചയൊന്നും അല്ലല്ലോ. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞങ്ങൾ പുറത്ത് പോകാൻ നിൽക്കുകയാണ്. ഇടയിൽ ഞങ്ങൾ ഡ്രസ്സ് അയൺ ചെയ്യുന്ന അങ്കിൾ വന്നിക്കണ. അവർ വീട്ടിൽ വന്ന് കൊണ്ടുപോകും ഡ്രസ്സുകളൊക്കെ എല്ലായിടത്തും കൊണ്ടുപോകും. പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കൊടുന്ന് തരും. അങ്ങനെയൊക്കെ കൗണ്ടിങ് നമുക്ക് പറഞ്ഞു തരും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട്, കേക്കിൻ്റെ സാധനങ്ങൾ, പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. മൊബൈലിൻ്റെ സ്റ്റാൻഡ് അങ്ങനെയൊക്കെ 2 വീലറിൽ വെക്കണത്. എന്നാൽ ചേച്ചിക്ക് പോയി ചാവി എടുക്കേ. ഇതിപ്പോൾ ഞങ്ങൾ മീൻ മേടിക്കുന്ന കടയാണ് MSR. അതായത് റിനുമിനുൻ്റെ സ്കൂളിൻ്റെ ഗേറ്റാണ്. 4 ഗേറ്റ് ഉണ്ട് അവർക്ക്. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, അങ്ങനെ 4 ഗേറ്റുകളുണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കണ്ട ബാങ്ക്. അടുത്തടുത്താണ്. ഇതിവിടെ നമുക്കൊരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യണം ടൗണിലോട്ട് പോകണമെങ്കിൽ. ഇത് 1 വേ ആണ്. ഇവിടെ എല്ലാ സ്ഥലത്തും 1 വേ ആണ്. റോഡിന് വീതിയെല്ലാം വളരെ കുറവാണ്. ഇതിപ്പോൾ പുതിയതായിട്ട് നേരാക്കിയതാണ് ഈ ബ്രിഡ്ജ്. ഇത് പിന്നെ നമ്മൾ വരുമ്പോൾ വേറെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബ്രിഡ്ജുണ്ട്, അതിലാണ് വരിക. ഇതാണ് മൊബൈൽ ഷോപ്പ് കേട്ടോ. ഇതൊക്കെ ഒരു 2 വീലർ മാത്രം നിർത്താനായിട്ട് പറ്റുള്ളൂ. ഇതിനെത്രയാ? ഓപ്പൺ പണിയിടും തമ്പി. ആ പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു കവർ ഇട്ടതിൻ്റെ മൊബൈലിൻ്റെ കവറിൻ്റെ ഷോപ്പ്. അപ്പം ഞാനതൊന്ന് മേടിച്ചു. മൊബൈലിൻ്റെ കവർ. റിനുമിനു പറയുമ്പോൾ അവൾക്ക് ഇത് മതിയെന്ന്, ഇത് മേടിച്ചാൽ മതിയെന്ന്. ഇത് ശരിക്കും ജസ്റ്റ് ഡിസ്പ്ലേ പീസാണ്. നല്ല ചൂടാണ്. അപ്പം ഞങ്ങൾ കുറച്ച് ഒരു ഇളനീരൊക്കെ മേടിച്ച് കഴിച്ചു. കുട്ടികളധികം കഴിക്കുകയൊന്നുമില്ല, അപ്പോൾ ഒന്നേ മേടിച്ചതുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ കേക്കിൻ്റെ ഷോപ്പ്. ഇവിടെ ഞാനറിയുന്ന ആകെയുള്ള ഒരു കേക്കിൻ്റെ ഷോപ്പ്. ഇത് പോത്തീസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടായിരുന്നു. ബ്രെഡ് ക്രംസ് നല്ലതാണ്. ഞാൻ മലേഷ്യയിൽ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് നൈഫായിരുന്നു വേണ്ടിയെന്ന്. പക്ഷേ ഒരിടത്ത് സൈസ് വലുതാണല്ലോ, എന്നാലും ഞാനത് മേടിച്ചു വന്നു. പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പിന്നെ കുറേ എന്താ പറയുക, ഫ്ലേവേഴ്സ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അതൊക്കെ ആയിരുന്നു. ഇതൊന്നും എനിക്ക് വേണ്ടായിരുന്നു. കാരണം കേക്കിൻ്റെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ അനാവശ്യക്കാരാണ് നമ്മൾ. പിന്നെ ബൗളുകൾ, മിക്സിങ് ബൗളുകൾ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇതൊന്ന് ഞാൻ എടുത്തു. വൈറ്റും ചോക്ലേറ്റ് ഉണ്ട്, അതും ബാസ്. പിന്നെ വിപ്പിംഗ് ക്രീം മേടിക്കാനാണ് കാര്യമായിട്ട് വന്നിട്ടുള്ളത്. ഇതൊക്കെ തന്നെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു 1:30-2 മണിയായപ്പോൾ വീട്ടിലോട്ട് തിരിച്ചു പോയി. ഇവിടെ ഭയങ്കര വെയിലാണ്. അതായത് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 20-25 മിനിറ്റാണ്. 25 മിനിറ്റൊക്കെ എടുക്കും ഞങ്ങൾ വീട്ടിലോട്ട് വരാൻ. മകളെ, ഈ മത്തിയൊക്കെ പാടെ പൊരിച്ചിട്ട് ആര് തിന്നണോ? നിന്നപ്പോൾ ചേച്ചി ഞാൻ മസാല വെച്ച മത്തിയൊക്കെ പൊരിച്ചിക്കണം. അവിടെ ഞാൻ മാത്രമാണ് ആകെ മത്തി കഴിക്കുക. ഇത് പിന്നെ അവിടെ മേടിച്ച സാധനങ്ങളൊക്കെ അപ്പം ഇതൊക്കെ തന്നെ മേടിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ ഈ ഷെൽഫിൻ്റെ ഉള്ളിൽ താഴെയാണ്. താഴെ ഒരു സെറ്റ് അതിനായിട്ട് അങ്ങനെ ഇതാക്കിയിട്ട് കേക്കിൻ്റെ സാധനങ്ങൾ ഫുള്ള് അവിടെയാണ് വെക്കുക. ഇതൊക്കെ കേക്കിൻ്റെ ടിന്നാളും ഇതാളൊക്കെയാണ്. ഉണ്ടാക്കുമ്പോൾ ഒരുമിച്ച് ഞാൻ എല്ലാതും കൊണ്ട് ഉണ്ടാക്കും കേട്ടോ. കപ്പ് കേക്കും മറ്റേ കേക്ക് അങ്ങനെയുള്ളതെല്ലാതും
ഉണ്ടാക്കും. കേക്കിൽ ഞാൻ ഒരുപാട് എക്സ്പേർട്ടല്ല, പക്ഷെ ഉണ്ടാക്കുന്നത് ശരിക്കും ഉണ്ടാക്കാൻ അറിയാം. പിന്നെ ബേക്കിംഗ് OTG ഓവൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് പൂജാ റൂമാണ്. ഇതിൻ്റെ OTG ഓവനൊക്കെയാണ്. ഇതാണ് കേട്ടോ. ഇത് 60 ലിറ്ററിൻ്റെ ആണ്. നല്ല വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല കണ്ടീഷൻ. മോർഫിരി ഷർട്ടിനാണ്. ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങളാണ്, ലൈസ് കണ്ണിക്കത്തെ സാധനങ്ങളൊക്കെ. ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ ലോഗ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അവർക്കത് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കിയിട്ടേ അതുമുള്ളൂ. കേക്ക് പിന്നെ അവരുണ്ടാക്കുമ്പോൾ നല്ലോണം ഹെൽപ്പ് ചെയ്യും. PTL ഇങ്ങനത്തെ ഇതാക്കുന്നത് അതൊക്കെ അവർ ചെയ്തു തരും കേട്ടോ. പക്ഷേ കുറച്ച് ചെറുതായിട്ട് താഴേക്ക് കളിയും. അപ്പോൾ പിന്നെ എന്താ പറയുക, മൊത്തത്തിൽ നേരാക്കിയാൽ മതി എന്നുള്ളതിൽ ഞാൻ ഡൈനിങ് ടേബിൾക്ക് ഇതാക്കാരം. ഇതിപ്പോൾ ഒരു 3 മുട്ടയാണ് ഞാൻ എടുക്കൽ. 2 സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്, വൈറ്റും ഇതൊക്കെ എല്ലാവും. പിന്നെ അത് 2 മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. ഇതിപ്പോൾ വാനില എസൻസ് ഒഴിച്ചു. ഈ BTL ഇവർ തന്നെ ചെയ്യും കേട്ടോ. പിന്നെ ഒരിച്ചിരി ഓയിൽ, മിൽക്ക്, പിന്നെ വെള്ളവും BTL. ഈ കേക്കിൻ്റെ സെക്ഷൻ ഞാൻ സത്യം പറഞ്ഞത് ഞാൻ പഠിച്ചെടുത്തത് തന്നെ. അതായത് നമുക്കിതൊന്നും പഠിച്ചിട്ടൊരു സാധനമാണിത്. ഇപ്പോൾ പഞ്ചസാര ഷുഗറിൻ്റെ ഇതാണ് ചേർക്കുന്നത്. ഇതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ ടൈമിൽ ഞാൻ പഠിച്ചെടുത്തതാണ്. അപ്പോഴാണ് നമ്മൾ OTG ഓവനൊക്കെ മേടിച്ചത്. പിന്നെ എല്ലാ സാധനവും മേടിക്കുമ്പോൾ നല്ല ഉണ്ടാക്കലല്ലേ കറ, അതന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോൾ 2 ഇതിലാണ് വെക്കുന്നത്. രണ്ട് ബൗൾ എടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്ന് തന്നെ റിനുമിന് കട്ട് ചെയ്യിച്ച് BTS ഒരു ഉണ്ടാവില്ല. റെഡിയായിട്ടൊക്കെ. പിന്നെ ഇതിൻ്റെ ബാറ്ററിൻ്റെ ഇതൊക്കെ ഒരു ഫുള്ള് കഴിക്കും കേട്ടോ. ഒരു ഫുള്ള് പോയി തിന്നു. പിന്നെ 4 മണിയൊക്കെ ആയപ്പോൾ സ്നാക്സ് നമുക്ക് പോപ്കോൺ ഉണ്ടാക്കി. ഇതൊക്കെ തന്നെ. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇവർ രണ്ടാളും 2 ടേസ്റ്റാണ്. പോപ്കോൺ മാത്രമേ രണ്ടാൾക്കും ഇഷ്ടമുള്ളൂ. ഒരാൾ 4 മണിക്ക് സ്നാക്സ് ഒന്നും കഴിക്കില്ല, ചായ, ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ്. മറ്റേ ആൾ ഫ്രൂട്ട്സ് കഴിക്കും, നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കും ഒരാൾ. കേക്ക് ഓവനിൽ കഴിച്ചിട്ടുണ്ട്, ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 40 മിനിറ്റ്സ് മതി. കേക്ക് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കേക്ക് ഇഷ്ടമായി കേൾക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്ലീസ്. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും.